ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ പതിവ് പോലെ രാവിലെ എഴുന്നേറ്റ് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് പരിപാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്, ചോറ് വാർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കട്ടൻ ചായയാണ്, പാല് മേടിക്കാൻ മറന്നുപോയി. അപ്പോൾ ചില ദിവസമൊക്കെ അങ്ങനെ മറന്നു പോകും, കട്ടൻ ചായയാവും, ചില ദിവസം പാൽ ചായയാവും കേട്ടോ. അതിനൊന്നും ഒരു പ്രത്യേകതകളും ഇല്ല. പിന്നെ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ ഇന്നലെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പരിപ്പും മത്തങ്ങയും ഒരു കഷ്ണം കായും കൂടി ഇട്ടിട്ട് അത് റെഡിയാക്കി വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചായ തിളച്ചു. ചായയിലിട്ടിട്ട് അത് മാറ്റി വെച്ച് കുക്കർ അടുപ്പത്തേക്ക് വെച്ചു കേട്ടോ. ഗ്യാസിൻ്റെ റെഗുലേറ്റർ ഇതുവരെയും കിട്ടിയിട്ടില്ല. അത് കാരണം കൊണ്ട് ഇതും തന്നെയാണ്. പരമാവധി കുക്കിംഗ് കുറവാണ്. ചോറ് മാത്രം, ഒരു ചാറുകറി മാത്രം, അങ്ങനെയൊക്കെയാണ് അഡ്ജസ്റ്റ് ചെയ്ത് പോണത് കേട്ടോ. പിള്ളേർക്ക് ചിലപ്പോൾ ഒരു വിഷമം തോന്നും. പിന്നെ അപ്പം ഞാൻ മീൻ വറുക്കുക, മുട്ട പൊരിക്കുക, അങ്ങനത്തെ കലാപരിപാടികളൊക്കെ ചെയ്യും. പിന്നെ ഉപ്പേരിക്ക് പകരം പപ്പടം വറുക്കുക, അങ്ങനെയൊക്കെ ചെയ്യാമല്ലോ. അങ്ങനെയൊക്കെ നിവൃത്തിയുള്ളൂ. പിന്നെ എല്ലാതും കൂടി ഇൻഡക്ഷൻ ചെയ്യാനും പറ്റില്ലല്ലോ. നേരം വെളുക്കും, അല്ലെങ്കിൽ പിന്നെ നേരത്തെ എഴുന്നേൽക്കാനായിട്ട് നിൽക്കണം. ഇപ്പോൾ എഡിറ്റിങ്ങൊക്കെ കഴിഞ്ഞിട്ട് അതെന്തായാലും പറ്റായിക്കൊന്നുമില്ല, പറ്റുകയൊക്കെ ചെയ്യാൻ മുന്നേ ചെയ്തിരുന്നതാണ് ഞാൻ. പക്ഷേ ഞാൻ എപ്പോഴാണ് വയ്യണ്ടാവുക എന്ന് പറയാൻ പറ്റില്ല, ഉറക്കം കൂടി കുറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ പിന്നെ ഞാൻ അതുകൊണ്ട് വലിയ റിസ്ക് ഒന്നും എടുത്തില്ല. ബാക്കിയുള്ള പരിപ്പ് വെന്തോന്ന് തോന്നി കഴിഞ്ഞപ്പോൾ അത് ഒരു ഡവറയിലേക്ക് പകർത്തി. പിന്നെ ഈ കുക്കർ മാത്രമാണ് കേട്ടോ ഇതിൽ വർക്ക് ചെയ്യുള്ളൂ. മറ്റേ അലുമിനിയം കുക്കറിൻ്റെ അടിഭാഗം ഇൻഡക്ഷനിൽ വെക്കണത് തന്നെയായിരുന്നു അത്. പക്ഷെ അതിൻ്റെ അടിഭാഗത്ത് ഉള്ളൊരു സംഭവം ഉണ്ടല്ലോ, ഒരു ഓട്ടോ പോലുള്ളത്, അത് പൊളിഞ്ഞു പോന്നു. അപ്പോൾ പിന്നെ രക്ഷയൊന്നുമില്ല. അപ്പോൾ അത് വർക്കാവില്ല. അപ്പോൾ ഈ സ്റ്റീൽ കുക്കർ മാത്രമാണ് വർക്കാവുക. അപ്പോൾ അതിലേക്ക് കഷ്ണങ്ങളിട്ട് പിന്നെ നമ്മുടെ മസാല, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും പുളിയും പിഴിഞ്ഞ് വെച്ച് സാമ്പാർ പൊടിയൊക്കെ ഇട്ടിട്ട് അത് ഒറ്റ വിസിലടിക്കണം. അപ്പോൾ അത് അടുപ്പത്തേക്ക് വെക്കുകയാണ് കേട്ടോ. സാമ്പാറൊക്കെ ഞാൻ എല്ലാ വീഡിയോയിലും കാണിക്കേണ്ടതായ കാരണം അത് വലിയ പ്രത്യേകതകളും ഇല്ല. പിന്നെ ഷോർട്ട് വീഡിയോ ആയിട്ടും വലിയ വീഡിയോ ആയിട്ടും ഒക്കെ സാമ്പാറുകൾ പലതരത്തിലുള്ളത് അരച്ച് വയ്ക്കുന്നതും ഒക്കെ വെച്ചിട്ടുണ്ട്. എനിക്ക് പക്ഷേ സാമ്പാർ പൊടിയുടെ സാമ്പാറാണ് ഇഷ്ടം. നാളികേരം വറുത്തരയ്ക്കുന്നത് എന്തോ ഞാനതെനിക്ക് ഇഷ്ടമില്ലാണ്ടായി. പണ്ട് ഞങ്ങളുടെ വീട്ടിലുണ്ടല്ലോ, ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ ഒരു ദിവസം സാമ്പാർ, ഒരു ദിവസം മീൻകറി, അങ്ങനെ എന്നും വയ്ക്കുക. വേറെ കറികളൊന്നും ഉണ്ടാവില്ല, ഉപ്പേരികളും ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ സാമ്പാർ വറുത്തരച്ച് കുറേ ഇങ്ങനെ കുറുകുറുന്നനെ വയ്ക്കും. അത് കഴിച്ച് എനിക്ക് മടുത്തു കിട്ടാം. അത് കാരണം എനിക്ക് ആ സാമ്പാറോട് എന്തോ ഇപ്പോഴും ആ ഒരു ഇഷ്ടം കുറവ് മാറിയിട്ടില്ല. ഇപ്പോൾ സാമ്പാർ പൊടിയും ഞാൻ പിടിച്ചേക്കുന്നത് എനിക്കതാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ അത് സാമ്പാറല്ലാതെ കഷ്ണവും പരിപ്പൊക്കെ ഒരുമിച്ചാക്കി പിന്നെ നന്നായിട്ട് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ വെച്ച് ലൂസാക്കി മല്ലിയിലൊക്കെ ഇട്ട് തിളപ്പിച്ച് കടുകും ഉലുവയും വറ്റൽമുളകും ഒക്കെ വറുത്തിട്ട് ലാസ്റ്റ് ഒരു തരി കായം കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. വേണമെങ്കിൽ ഉലുവ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞു ശ്രീകുട്ട ഇന്ന് സാമ്പാർ. എന്താ വെച്ചാൽ എന്നാലും ഇതിനേക്കാളും നല്ല രസത്തിലുള്ള സാമ്പാർ ഉണ്ടാക്കിയിട്ടൊക്കെ ഉണ്ട്. ഇതും നല്ല അടിപൊളിയായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ. പക്ഷേ ഇതിലത്തെ കുറവ് എന്താണെന്ന് വെച്ചാൽ വെണ്ടക്കായ ഉണ്ടായിരുന്നില്ല, അതേപോലെ മുരിങ്ങക്കായ ഒരു കഷ്ണം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് രണ്ടായിരിക്കാം. സാമ്പാർ കൊതിയനാണവൻ. അപ്പോൾ അത് കാരണം സാമ്പാറിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് ഇങ്ങനെ പറയൂ കേട്ടോ. എനിക്കും സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ പപ്പടം കാച്ചിയിട്ട് ഇത്തിരി കൂടുതൽ പപ്പടം കാച്ചി. പിന്നെ ഇതും സ്റ്റീലിൻ്റെ ചീനച്ചട്ടിയായ കാരണം ഇതും ഇതിൽ വർക്കാവണ കാരണം എളുപ്പമാണ് കേട്ടോ. പിന്നെ ഇതിൽ പെട്ടെന്ന് കുക്കാവും, പക്ഷെ പെട്ടെന്ന് കരിഞ്ഞു പിടിക്കുകയും ചെയ്യും. ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ വിവരം അറിയും. അങ്ങനെ സാമ്പാറും പപ്പടവും ആയിരുന്നു കേട്ടോ ഇന്നത്തെ. രാവിലത്തെയും ഉച്ചക്കലത്തെയും ഒക്കെ ഫുഡ് അതായിരുന്നു എന്ന് പറയാം. പിന്നെ ഞാൻ ചോറ് പകർത്താനുള്ള പരിപാടിയാണ്. അപ്പോൾ ചോറ് പകർത്തുമ്പോൾ ഞാൻ പപ്പടമാക്കാൻ ഇങ്ങനെയായിട്ട് ചെയ്യുക. അതിലങ്ങനെ തന്നെ കുറച്ചധികം പപ്പടം എടുത്ത് തട്ടിപ്പൊട്ടിച്ച് ഇതേപോലെ ആക്കി ഓരോ പാത്രത്തിൽ ആക്കി കേട്ടോ. അപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് നന്നായിട്ട് പപ്പടം ഉണ്ടാവുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. എനിക്ക് പപ്പടം വലിയ ഇഷ്ടമൊന്നുമല്ല. എനിക്ക് ആ സാമ്പാർ മാത്രം ഒഴിച്ച് അതിലത്തെ ആ വറ്റൽമുളകും കൂടിയും കടിച്ചു കൂട്ടിയിട്ടാണ് ഞാൻ ഫുഡ് കഴിക്കുക കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് പാത്രങ്ങൾ കഴുകാൻ നിന്നില്ല എന്ന് വെച്ചാൽ അത്യാവശ്യം അലക്കാനുള്ളത് അവിടെ ഇട്ടിട്ടുണ്ടെങ്കിൽ ആകെ ഒരു പണിയും കഴിയാത്ത പോലെ എനിക്ക് ഫീലാവുക. പിന്നെ സൺഡേ ആകുമ്പോൾ ഒടുക്കത്തെ അലക്കാനുള്ളതാവും കേട്ടോ. അപ്പോൾ അത് കാരണം വേണ്ടാന്ന് വെച്ച് ഞാൻ ആ പാത്രങ്ങളൊക്കെ അവിടെ ഇട്ട് ഓടിപ്പോയി വാഷിംഗ് മെഷീനിൽ ഒരു ലോഡ് തുണി ഇട്ടു. അതേപോലെ തന്നെ പിന്നെ അലക്കാനുള്ളത് വേഗം ഇങ്ങോട്ട് കൊണ്ടുവന്നു കേട്ടോ. പിന്നെ അലക്കാനുള്ളത് ഈ പറഞ്ഞ മാതിരി പല കളറുകളും ഇങ്ങനത്തെയൊക്കെ ആയ കാരണം പിന്നെ അവിടെ നിന്ന് അലക്കുമ്പോൾ ഒരു തേനീച്ച വന്ന് ചുണ്ടും തന്നെ കുത്തിയിട്ടാണ്. അപ്പം തന്നെ ഞാനിങ്ങനെ നഖത്തോണ്ട് അടർത്തി അതിൻ്റെ കൊമ്പ് വലിച്ചെടുത്തു. അത് കാരണം കൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. എന്നാലും ഉച്ച വരെയൊക്കെ ചുണ്ട് വീർത്തിരുന്നു, അത്യാവശ്യം വേദന എടുത്തു കേട്ടോ. പിന്നെ ശരിയായി തേനീച്ചക്കൂട് എടുത്ത് മാറ്റാൻ ആരെയും അറിയില്ല, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ധൈര്യമില്ല, നമുക്ക് വലിയ തേനീച്ചയാണ്, അത് കാരണം അതിൻ്റെ കുത്ത് കിട്ടിയ വിവരം അറിയാം. ഒരു കുത്ത് കിട്ടുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റണില്ല. അപ്പോൾ പിന്നെ ബാക്കിയുള്ളത്തെ കാര്യം പറയാനില്ലല്ലോ. പിന്നെ അങ്ങനെ ജോലിക്കൊക്കെ പോയി. അത് കഴിഞ്ഞ് വൈകുന്നേരം വന്ന് അപ്പം തന്നെ ഞാൻ ആദ്യം തന്നെ തുണികൾ മടക്കാനായിട്ടാണ് നിന്നത്. എന്താ വെച്ചാൽ തുണികൾ മടക്കിയാലാണ് ഒരു വൃത്തിയാവുക. അപ്പോൾ കുറേ തുണികൾ മടക്കാനുണ്ടായിരുന്നു. അല്ലെങ്കിൽ പിള്ളേരുടെ റൂമിൽ ഇങ്ങനെ എടുത്ത് അങ്ങോട്ട് അവിടെ ഇടും, ആവശ്യത്തിനുള്ളത് എടുക്കും, അങ്ങോട്ട് വലിച്ചെറിയും. അപ്പോൾ പിന്നെ ആകെ മുകളിലെ റൂം ആകെ വൃത്തികേടാവും.
അല്ലെങ്കിൽ അവർ വലിച്ചെറിഞ്ഞിടും, എന്നാലും നമ്മളായിട്ട് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം തുണികളൊക്കെ മടക്കിയെടുത്ത് അതാത് സ്ഥാനത്ത് വെച്ചു. പിള്ളേരുടെ അവരുടെ അലമാരിലേക്കും വെച്ചു, എൻ്റെയും ചേട്ടൻ്റെയും ഈ അലമാരിലേക്കും കൊണ്ടുവച്ചു. വിരികളും അങ്ങനെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ അലക്കാൻ. അതൊക്കെ കഴിഞ്ഞു. ഇന്ന് ഞാൻ ദേ അടുക്കളയിലേക്ക് വന്നു. അപ്പോൾ നോക്കിയപ്പോൾ സാമ്പാർ എന്തായാലും ഉണ്ട്. അപ്പോൾ സാമ്പാർ ചൂടാക്കാനായിട്ട് വേഗം വെച്ചു കേട്ടോ. നന്നായിട്ട് ചോറുണ്ടോ എന്ന് പറഞ്ഞ ശ്രീകുട്ടന് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞ് കൂടുതൽ സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നു. അവൻ വീട്ടിലുണ്ടെന്ന് തോന്നി കഴിഞ്ഞാൽ സാമ്പാറാണെങ്കിൽ ഞാൻ നന്നായിട്ട് കൂടുതൽ വെക്കും കേട്ടോ. പിന്നെ ചോറും ഞാൻ വേഗം ഒരു പാത്രത്തിലേക്ക് പകർത്തി വെച്ചു. അപ്പോഴേക്കും സാമ്പാറൊക്കെ തിളച്ച് നല്ല അടിപൊളിയായിട്ട് കേട്ടോ. പിന്നെ ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പി കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചോറ് പോരായി ഉണ്ടോ എന്ന് എനിക്കൊരു ചെറിയ സംശയം തോന്നി. എനിക്ക് പോരായി ഉണ്ടെന്ന് തോന്നി കഴിഞ്ഞാൽ ഭയങ്കര വിഷമമാണ് കേട്ടോ. ആരെങ്കിലും വിശപ്പ് മാറാണ്ടിരുന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീണ്ടും കുക്കറിലൊരു നാഴികരി ഇട്ടിട്ട് വെറുതെ ആക്കി വെച്ചു. എടുക്കേണ്ടി ഒന്നും വന്നില്ല, പക്ഷേ അങ്ങനെ ആക്കി വെച്ചു. അത് കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു ഒരു പക്വവട, ചീര കൊണ്ടുള്ള പക്വവടയാണ് കേട്ടോ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതാ നമ്മുടെ മുറ്റത്ത് പോയി ഇങ്ങോട്ട് ചീര മുറിച്ചു കൊണ്ട് വന്നു. അത്രയധികം ചീര ഇല്ല നാളെ മുറിച്ചപ്പോൾ തന്നെ. ഈ പ്രാവശ്യം ചീര അത്ര അങ്ങോട്ട് നന്നായിട്ട് പിടിച്ചിട്ടില്ല കേട്ടോ. ആദ്യത്തെ മുറി കഴിഞ്ഞ് രണ്ടാമത്തെ മുറി ആകുമ്പോഴേക്കും കതിരി വരുന്നു. നല്ല ഇടയ്ക്കോ മാറ്റി പിടിച്ചോളോ. അപ്പോൾ ചേട്ടൻ പച്ചക്കറി വാങ്ങിച്ചു സാമ്പാർ കഷ്ണം, പർപ്പിൾ കളറ് ക്യാബേജുമാണ് കേട്ടോ. അപ്പോൾ ഇന്നാളും അത് തന്നെയല്ലേ വാങ്ങിച്ചു വന്നു. അപ്പോൾ അങ്ങനെ ഇടയ്ക്ക് മാറ്റി പിടിച്ചോളോ എന്ന് പറഞ്ഞതാണ് ഞാൻ. പിന്നെ ഞാനൊരു കടച്ചക്ക വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ 75 രൂപയാന്ന് പറഞ്ഞ് എന്നെ പറ്റിക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്കറിയാം അത്രയ്ക്ക് വിലയൊന്നും ഇല്ലയെന്ന് എനിക്കറിയാം. അപ്പോൾ എന്നെ വെറുതെ പറ്റിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാനങ്ങനെ സംസാരിച്ച് അതൊക്കെ കഴിഞ്ഞത് റെഗുലേറ്റർ കിട്ടിയിട്ടാ. അങ്ങനെ രക്ഷപ്പെട്ടു. ഗ്യാസ് ഇനി ഫിറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ ഗ്യാസ് ചേട്ടൻ്റെ പേരിലേക്ക് മാറ്റി എടുക്കണമെങ്കിൽ പണ്ട് എടുത്തിട്ടുള്ള കാർഡൊക്കെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അമ്മ തപ്പി തിരഞ്ഞ് നോക്കിയപ്പോൾ അതൊക്കെ അച്ഛൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് ചേട്ടൻ്റെ കയ്യിൽ കൊടുത്തു. അങ്ങനെ ചീര ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതെടുത്തത് ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റി. ചീര വട ഉണ്ടാക്കണമെങ്കിൽ ഇത്രയ്ക്കും ചീരയൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അത് പക്കോവട ആയ കാരണമാണ് നിറയെ ചീര ഞാൻ എടുത്തത്. ചീരവടയും പക്കോടയൊക്കെ ഏകദേശം ഇതേപോലൊക്കെ തന്നെയാണ്. പിന്നെ ഇതിലേക്ക് അരിഞ്ഞ പച്ചമുളക്, ഒരു സവോള അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത്, എത്ര ചെറുതാക്കി അരിയാൻ പറ്റുമോ അത്ര ചെറുതാക്കി അരിയാം കേട്ടോ. ഇഞ്ചിയും പച്ചമുളകൊക്കെ ഞാൻ ഇത്തിരി വലുതാക്കി അരിഞ്ഞിട്ടുണ്ട്. ആദ്യം ചീര കൊണ്ട് വട ഉണ്ടാക്കണമെന്ന് വിചാരിച്ചത്, അതുകൊണ്ടാണ് ഇത്തിരി വലുതാക്കി അരിഞ്ഞത് കേട്ടോ. പിന്നെ അത് ചീര അധികം കണ്ടപ്പോൾ ഞാൻ പക്കവടയാക്കി മാറ്റിയതാണ്. അതിലാവശ്യത്തിന് ഉപ്പും ഇത്തിരി മുഴുവനോടുള്ള പെരിഞ്ചീരകം, മുളക് പൊടി, പിന്നെ ഇത്തിരി കുരുമുളക് പൊടിയും കൂടി ഇടാം കേട്ടോ, മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു നുള്ളു കായത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ കടലമാവാണ് വേണ്ടത്. അപ്പോഴേക്കും ചേട്ടൻ റെഗുലേറ്റർ ഫിറ്റ് ചെയ്യാനായിട്ട് റെഡിയാക്കണം. അപ്പോൾ ആ പൈപ്പ് ഉരുക്കണ്ടേ. അപ്പോൾ പൈപ്പും പുതിയത് അവിടെ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കുറേ കാലമായിട്ടുള്ളതാണ് കേട്ടോ. അത്യാവശ്യം കാലപ്പഴക്കം ഉണ്ട്. അപ്പോൾ അങ്ങനെ ലീക്ക് വന്ന കാരണം കൊണ്ടാണ് ഇത് മാറ്റിയത്. അപ്പോൾ അങ്ങനെ മെഴുകുതിരി കത്തിച്ചിങ്ങോട്ട് അത് ഉരുക്കി അതങ്ങനെ കയറ്റി റെഡിയാക്കി തന്നു കേട്ടോ. പിന്നെ ആദ്യം കടലമാവ് ഇടുന്നേറ്റ് മുന്നേ ബാക്കിയുള്ളതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം കടലമാവ് ഇടുക. വേണമെങ്കിൽ കുറച്ച് അരിപ്പൊടിയും കൂടി ഒന്ന് ക്രിസ്പി ആവാൻ വേണ്ടി ചേർക്കാം. പക്ഷെ ഞാൻ വേറെ ഒന്നും ചേർത്തില്ല, കടലമാവ് മാത്രമാണ് കേട്ടോ ചേർത്ത്. അത് നല്ല ടേസ്റ്റാണ് കടലമാവ് മാത്രം ചേർക്കുമ്പോൾ. പിന്നെ അരിപ്പൊടി ഇട്ട് നല്ലൊരു ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഈ ഒരു പരുവത്തിലാണ് എടുത്തേക്കണത്. അങ്ങനെ കുഴച്ച് വല്ലാണ്ട് ലൂസ് വേണ്ട കേട്ടോ. ഈ ഒരു പരുവത്തിൽ മതി. ചെറിഞ്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതുപോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ വെറുതെ കൈ കൊണ്ട് നിങ്ങൾ പിച്ചി ഇടില്ലേ, ഇതേപോലെ ഇട്ടാൽ മതി കേട്ടോ. നല്ല വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാക്കിയിട്ട് ഇട്ടാൽ മതി. അപ്പോൾ പിന്നെ വെളിച്ചെണ്ണ കുടിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കൂട്ടുകാർ എന്തായാലും ഉണ്ടാക്കി നോക്കിയുള്ള. ചീര ഇഷ്ടമില്ലാത്തവർക്കും ഇത് ഇഷ്ടപ്പെടും. ഇവിടെ ആദ്യത്തിന് ചീര തീരെ ഇഷ്ടമില്ലാത്ത ആളാണ്. മുരിങ്ങയിലും അങ്ങനത്തെയൊക്കെ ഇഷ്ടമാണ്, പക്ഷെ ചീരല തീരെ ഇഷ്ടമില്ല. എന്നാൽ അവനിത് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ ഒരു ചമ്മന്തിയും കൂടി ഞാൻ അരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടിയും റെസിപ്പി പറയാം. പിന്നെ ഇതിൻ്റെയൊക്കെ ഷോർട്ട് വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ. 1-2 ദിവസത്തിനുള്ളിൽ എഡിറ്റിംഗ് തീരണതിനനുസരിച്ച് ഞാൻ ഷോർട്ട് വീഡിയോ ഇടാം. പിന്നെ ഇതാ തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കി കോരി മാറ്റിയിട്ടുണ്ട്. പിന്നെ അടുത്ത് അങ്ങനെ 3-4 ബാച്ചായിട്ട് ഫ്രൈ ആക്കി എടുത്തു കേട്ടോ. പിന്നെ വലിയ ചെറിച്ചട്ടിയിൽ കൂടുതൽ വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കാന്ന് വെച്ചാൽ നമുക്ക് ഒറ്റയടിക്ക് ചെയ്യാം. പക്ഷെ അപ്പോൾ വെളിച്ചെണ്ണ വേസ്റ്റ് ആവുമല്ലോ. അപ്പോൾ അത് കാരണം ഇങ്ങനെ ഞാൻ ചെയ്തത്. അപ്പോൾ അതായത് ഉണ്ടാക്കണതിൻ്റെ ഇടയിൽ തന്നെ ആകെ കൗണ്ടർ ടോപ്പൊക്കെ നിറയെ സാധനങ്ങളാണ്. അപ്പോൾ അതൊക്കെ അതാത് സ്ഥാനത്തേക്ക് ഒറ്റ കൈയും വെച്ചിട്ടാണ്. ആ കൈ കഴുകാനൊന്നും ഞാൻ നിന്നില്ല. ഒറ്റ കൈയും വെച്ചിട്ട് മസാല ബോക്സ് അടയ്ക്കലും പിന്നെ അവിടെയൊക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് വൃത്തിയാക്കലൊക്കെ ചെയ്തു. അല്ലെങ്കിൽ നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞ് കഴിക്കാനായിട്ട് എടുക്കുമ്പോൾ വല്ലാണ്ട് വൃത്തികേടായിട്ട് തോന്നും കേട്ടോ. അപ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല, സന്തോഷം ഉണ്ടാവില്ല നമുക്കിത് കഴിക്കാനിരിക്കുമ്പോൾ. അപ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എടുത്തത് മുഴുവൻ ഞാൻ അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ച് അത് ഒതുക്കി ആ കൗണ്ടർ ടോപ്പ് ഒന്ന് ചെറുതായിട്ടൊന്ന് തുടച്ചെടുത്തു.
ചേട്ടൻ പിന്നെ അതാ മുറ്റത്തൊക്കെ നടന്ന് ചെടി വീണുണ്ടോ കാറ്റല്ലേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതാ വെളിച്ചെണ്ണേരെ കവറെടുത്ത് അപ്പുറത്ത് വയ്ക്കാൻ പോയതാണ്. അതോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതേ വന്ന് പിന്നെ പക്കവട ഉണ്ടാക്കണമെന്ന് നോക്കൽ മാത്രമൊന്നുമല്ല കേട്ടോ, ഒപ്പം കഴിക്കുകയും ചെയ്യും. എന്തുണ്ടാക്കുമ്പോൾ ചേട്ടൻ അടുത്ത് വന്ന് നിൽക്കും, അതൊപ്പം കഴിക്കുകയും ചെയ്യും. ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഉണ്ടെന്നും പറയും, ഇല്ലെങ്കിൽ ഇല്ലയെന്നും പറയും കേട്ടോ. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കില്ല എന്നോട് പറഞ്ഞു ഇതിനൊരു ചമ്മന്തി കൂടി ഉണ്ടാകുമ്പോഴാണ് അടിപൊളി ആവുക എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വേഗം കുറച്ച് ചമ്മന്തിയും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇതാ കുറച്ച് മുളക് പൊടിയും ഉപ്പ് വിനാഗിരി കേട്ടോ. മുളക് പൊടി കാശ്മീരി ഇടുന്നതാണ് നല്ലത്. പിന്നെ ചുമന്നുള്ളിയാണ് ഞാൻ ചേർത്തത്, സവോള ചേർത്താലും മതി കേട്ടോ. പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മല്ലിയിലയുടെ ടേസ്റ്റൊക്കെ ഒത്തിരി മുന്നിട്ട് നിൽക്കുമ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് അരച്ചെടുത്തു. ഇത്തിരി വെള്ളം കൂടി ചേർത്തിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടാണ്. വേണമെങ്കിൽ ഇത്തിരി വെളിച്ചെണ്ണയും കൂടി അതിൽ ഒഴിക്കണമെങ്കിൽ ഒഴിക്കാം. ഒഴിച്ചില്ല, ഞാനിവരോട് ചോദിച്ചപ്പോൾ ആർക്കും വേണ്ട. ചീരയും കടലമാവാ, ഗ്യാസൊന്നും വരില്ലേ? അതിന് ഗ്യാസ് വരില്ലേ? ഉരുളക്കിഴങ്ങൊന്നും ഇല്ലാത്തതാ. ഇല്ലടാ, ആദ്യത്തോടെ പോയി ചോറ് വയ്ക്കുന്നില്ല, ചോറ് പറയാൻ പിടിച്ചിട്ട് വെച്ചു. മതി ചൂടിയാ വെച്ച് നോക്കിയാ അടിപൊളി നമുക്ക് അടി കിട്ടും. അങ്ങനെ ചോറൊക്കെ അപ്പോൾ കഴിച്ചില്ല, പക്കവട ഉണ്ടായ കാരണം പക്കവട ഇരുന്ന് എല്ലാവരും കഴിച്ചു. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. കുറേ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ഇപ്പോഴും വീഡിയോ കാണുന്നുണ്ട്. അതേപോലെ തന്നെ എല്ലാത്തിനും ഷോർട്ട് വീഡിയോ ഞാനിടും കേട്ടോ, അതൊന്ന് കണ്ട് ഹെൽപ്പ് ചെയ്യണം എന്നെ. അതേപോലെ തന്നെ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പം അങ്ങനെ ചമ്മന്തിയിൽ വെളിച്ചെണ്ണ ഒഴിക്കണ്ടേ എന്നുള്ള തീരുമാനത്തിൽ ചേട്ടന് ഞാൻ മാത്രമാണ് വെളിച്ചെണ്ണ ഒഴിക്കണം എന്ന് പറഞ്ഞത്. പിന്നെ ആർക്കും വെളിച്ചെണ്ണ വേണ്ട. പിന്നെ ശ്രീകുട്ടൻ്റെ കാര്യത്തിനൊന്നും എരിവ് കൂടുതലില്ല, ചേട്ടന് മാത്രമാണ് എരിവ് കൂടുതലെന്ന് പറയുന്നത്. അപ്പം ഇനി നാളെ രാവിലെ 9 മണിക്ക് പുതിയൊരു വീഡിയോ റെസിപ്പിയോ ഒക്കെ ആയിട്ട് വരാം കേട്ടോ.